ജിതിൻ ഇതിലൊരു ഇര മാത്രമാണ്. ജിതിനെ ഇതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഇതിന് വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളുകളുണ്ട്, സംശയമില്ല. അല്ലാതെ ഒരു കാരണവശാലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എവിടുന്നെങ്കിലും വരുന്ന ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യും എന്ന് CPM അറിയാവുന്ന ആളുകൾക്കറിയാം. കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ചുള്ള അന്വേഷണ പുരോഗതിയിൽ പ്രതികരിക്കുകയാണ് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള. അദ്ദേഹമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടി നിവേദനം കൊടുത്ത ഉൾപ്പെടെയുള്ള കേസിന് പിന്നാലെ നിൽക്കുന്ന വ്യക്തി. ഇപ്പോൾ ജിതിൻ ഭാസ്കർ എന്നുള്ള പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ PK കാസിം ആദ്യഘട്ടത്തിൽ ആരോപണത്തിന് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ എങ്ങനെ കാണുന്നു? വളരെയേറെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം. കാരണം ഈ കാഫർ സ്ക്രീൻഷോട്ട് 2 വർഷമായി. 2 വർഷമായി പോലീസ് അന്വേഷിച്ചേ ഇല്ല. ഞങ്ങളെല്ലാ എവിഡൻസും പോലീസിന് കയ്യിൽ കൊടുത്തു. പോലീസ് അന്വേഷിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഡയറക്ഷൻ പ്രകാരമാണ് പിന്നീടുള്ള അന്വേഷണം. എന്നിട്ട് പോലും പോലീസ് അതിൽ കളിച്ചു. അവസാനം കോടതിയിൽ കൊടുക്കുന്നത് ഈ റിബേഷ് എന്ന് പറയുന്ന അധ്യാപകനിലെത്തി. റിബേഷ് DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് വടകര. റിബേഷിൽ ഈ അന്വേഷണം എത്തിയിട്ട് റിബേഷ് മറുപടി കോടതിയിൽ കൊടുത്ത ഇതെന്താണ്? കോടതിയിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് റിബേഷ് ഒന്നും പറയുന്നില്ല എവിടുന്ന് കിട്ടി. അമ്പാടിമുക്കും അതുപോലെ ഈ റെഡ് വളണ്ടിയേഴ്സ് അങ്ങനെ കുറേ ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ. അവിടെയൊക്കെ അന്വേഷിച്ച് അവസാനം എത്തിപ്പെട്ടത് റിബേഷിലാണ്. ആ റിബേഷിൻ്റെ പേരിലൊരു ഒരു കേസ് ഇവർ ചാർജ് ചെയ്തിട്ടില്ല. സാധാരണ ഇവർ ഇത്തരം വളരെ വർഗീയ വിഷം ചീറ്റുന്ന ഈ രൂപത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ അവിടെ ഉടനെ അറസ്റ്റ് നടക്കും, കേസെടുക്കും. ഇതൊന്നും റിബേഷിന് ബാധകമല്ല. എന്നിട്ട് റിബേഷ് കോടതി പറയാണ്, അന്നത്തെ പോലീസ് റിബേഷ് ഒന്നും മിണ്ടുന്നില്ല. അതെത്ര നാണക്കേടാ പോലീസിന്. ഇപ്പോഴെല്ലാം മനസ്സിലായി റിബേഷിന് എവിടുന്ന് കിട്ടി എന്നുള്ളതും. റിബേഷിനെ പ്രതി ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. ഇപ്പോൾ 28 ദിവസം 1 മാസമായി കാഫർ സ്ക്രീൻഷോട്ടിൽ ഈ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന പയ്യനുള്ളിലാണുള്ളത്. CPMൻ്റെ ഈ സൈബർ പോരാളി, ഇവർ ട്രെയിൻ ചെയ്ത് വന്ന ആളാണ്. അത് മാത്രമല്ല, ഇതിൽ വേറൊരു സവിശേഷത, SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നത്. വടകര സ്ക്വാഡ് ഈ ശൈലജ ടീച്ചറുടെ വിജയത്തിന് വേണ്ടി പാർട്ടി ഉണ്ടാക്കിയ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതൊരു ജിതിൻ ഭാസ്കറിൽ അവസാനിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അതിപ്പോൾ SIT അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. പക്ഷേ ഇത് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കറിനാണെങ്കിൽ ഇതിന് ജിതിൻ ഭാസ്കറിന് നിർദ്ദേശം കൊടുത്തവരുണ്ട്, ഇതിനെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, ഇത് നിരന്തരമായി ഷെയർ ചെയ്ത ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ അന്വേഷിക്കുമ്പോഴാണ് എവിടെ നിന്നാണ് ഇങ്ങനൊരു ആശയം പൊന്തി വന്നത്, ആരാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത്, ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന കൃത്യമായി മനസ്സിലാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിതിനിൽ മാത്രമല്ല അവസാനിക്കുമെന്ന് കരുതുന്നില്ല. ജിതിനിൽ മാത്രം നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ജിതിൻ ഇതിലൊരു ഇര മാത്രമാണ്. ജിതിനെ ഇതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഇതിന് വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളുകളുണ്ട്, സംശയമില്ല. അല്ലാതെ ഒരു കാരണവശാലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എവിടുന്നെങ്കിലും വരുന്ന ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യും എന്ന് CPM അറിയാവുന്ന ആളുകൾക്കറിയാം. അങ്ങനെ അവർ പോസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി പാർട്ടി നിർദ്ദേശാനുസരണമാണ്. അതിന് ഏതൊക്കെ നേതാക്കന്മാർ, ആർക്കൊക്കെയാണ് പങ്ക്, അതുകൂടി തെളിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇതുവരെ വളരെ കൃത്യമായി SIT ഉദ്യോഗസ്ഥർ നല്ല നിലയിലുള്ള അന്വേഷണമാണ്, വളരെ വിശ്വസനീയമായ രൂപത്തിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ കാസിം ആദ്യഘട്ടത്തിൽ പ്രതിയായി ചേർക്കപ്പെട്ടു. താങ്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിയല്ലാന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്ത് നിരപരാധിയാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നീതി പുലരുന്നു. ഭരണം മാറിയപ്പോൾ 10 വർഷമായി നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ന്യായവും നീതിയൊന്നുമില്ല, വലിയ പ്രയാസത്തിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് ഇപ്പോൾ ബോധ്യമില്ലേ? കാരണം നിരപരാധിയാണ് കാസിമെന്ന് എല്ലാവർക്കും അറിയാം. ആ നിരപരാധിയുടെ നിരപരാധിത്വം തെളിയിക്കാനും അത് വിളിച്ചു പറയാനും ഒരു ഗവൺമെൻറ് മാറി വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ് ഉണ്ടാക്കിയ നരേറ്റീവ് എന്തൊക്കെയാണ്? ഇതിൽ മാത്രമല്ല
പല കാര്യങ്ങളിലും. അതുകൊണ്ട് വളരെയേറെ സന്തോഷം മാത്രമല്ല, കാസിം കൊടുത്ത കേസ് പോലും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ തയ്യാറായില്ല, അത് കേസെടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ കേസൊക്കെ വന്നിരിക്കുന്നത് ഞാൻ 410 നമ്പർ കേസാണ്. അത് CPM ഓഫീസിൽ നിന്ന് കൊടുത്ത കേസാണ്. കാസിമിൻ്റെ കേസ് 411. സത്യത്തിൽ 410 വരേണ്ടത് കാസിമാണ്. ഞങ്ങളാണ് ആദ്യം പോയി പരാതി കൊടുത്തത് വടകര പോലീസ് സ്റ്റേഷൻ SP മുന്നിൽ. എന്നിട്ട് രാത്രി 9 മണിക്ക് ഭാസ്കരൻ മാഷ് വിളിച്ച് പറഞ്ഞു, CPM നേതൃത്വം വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസെടുത്തു. അതിനുശേഷം പേരിന് വേണ്ടി ഒരു കേസ് കാസിമിൻ്റെത് കൊടുത്തു. അപ്പം CPM പോലീസിനും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. പോലീസ് ഉൾപ്പെടെ അന്ന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടതാണ്. കാരണം അന്നിവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതല്ല, മേലുദ്യോഗസ്ഥർ പറയുന്നതല്ല, താഴെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ നടപ്പിൽ വരുത്തുക. അത് പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ്. പോലീസ് സൂപ്രണ്ട് എന്ത് പറഞ്ഞാലും മനസ്സിൽ അനുസരിക്കാൻ എന്ന ഒരു നിലപാടായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 100% ന്യായമുള്ള കാര്യങ്ങളിൽ പോലും SP ഉത്തരവിട്ടാലും താഴെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ അത് നടപ്പിൽ വരുത്താൻ ഒരു നിലയിലും അവരതിന് വേണ്ടി തയ്യാറായിട്ടില്ല. എന്തായാലും അന്വേഷണത്തിൽ SITയുടെ അന്വേഷണ പുരോഗതിയിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാണ് ഇതിന് പിന്നിലുള്ളതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയിലേക്ക് കൂടി അന്വേഷണം പോകണം എന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഡീസൽ വകുപ്പിൽ ആശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.